ഹായ് ഫ്രണ്ട്സ്, കേന്ദ്ര ഗവൺമെന്റ് പ്രോഗ്രസ് റിപ്പോർട്ട് നമ്പർ 2. ഒരുപക്ഷെ BJP ഗവൺമെന്റ് ചെയ്ത ജനദ്രോഹ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബാങ്ക് പലിശ നിരക്ക് അഭൂതപൂർവമായി കൂട്ടി എന്നുള്ളതാണ്. ഹോം ലോണിനൊക്കെ 10% മുകളിലെ പലിശ. ഓർക്കണം, 6% ലോൺ എടുത്ത ഒരു വ്യക്തി ഇപ്പോൾ അടയ്ക്കേണ്ടത് 10%, 10% ഒക്കെയാണ്. അപ്പോൾ ഇതാ ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു, ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് കൊണ്ട് നിങ്ങളുടെ മന്ത്ലി EMI കൂട്ടുന്നുവെന്ന്. എന്നാൽ പ്രതിമാസം അടയ്ക്കേണ്ട എമൗണ്ടും കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അവൻ്റെ വരുമാനം കുറയുന്നു എന്നാണ് അർത്ഥം. തൻ്റെ വരുമാനത്തിൽ നിന്ന് പ്രതിമാസം അടച്ചുകൊണ്ടിരിക്കുന്ന തുക ഇപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആത്യന്തികമായി പറഞ്ഞാൽ അവൻ്റെ വരുമാനം കുറയുന്നു. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആരാണ് ഈ ലോൺ എടുക്കുന്നത്? സാധാരണക്കാരൻ, പൈസ ഇല്ലാത്തവൻ. മുകേഷ് അംബാനിക്കോ അദാനിക്കോ ഒന്ന് ലോൺ എടുത്ത് വീട് വെക്കേണ്ട കാര്യമില്ല. കോടികളാണ് ബാങ്ക് ബാലൻസ്. ഈ അടുത്ത ദിവസം മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ വാർഷികത്തിനായി അദ്ദേഹം ചെലവഴിച്ചത് 1200 കോടിയാണ്. വിവാഹ വാർഷികത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ ഹൗസ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ വലുതായിരിക്കുന്നു ഇന്ത്യയിൽ. ഉള്ളവർ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അവരെ തെറ്റു പറയുന്നില്ല. ഇല്ലാത്തവനോ തകർന്നുകൊണ്ടേയിരിക്കുന്നു. The rich become richer and the poor become poorer. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ പലിശ നിരക്ക് ഇങ്ങനെ കൂട്ടിയാലുള്ള അനന്തര ഫലം എന്താ? ദേശാൽകൃത ബാങ്കുകൾ പലിശ നിരക്ക് കൂടുമ്പോൾ എല്ലാ ബാങ്കുകളും കൂടും. ദേശാൽകൃത ബാങ്കുകളിൽ 10-15% ആകുമ്പോഴേക്കും സഹകരണ ബാങ്കിലെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, 18-20 നോക്കിയാ. പ്രൈവറ്റ് ബാങ്കുകളോ പറയാനുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, കേരളത്തിന് വെളിയിൽ കർഷകർ കൂടുതലും പണമെടുക്കുന്നത് സ്വകാര്യ ബാങ്കുകളിൽ നിന്നാണ്. കർഷകരെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ കൃഷി ചെയ്യുന്ന സ്വന്തം കൃഷിയിടത്തിലല്ല, പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലാണ്. ജന്മിമാരുടെ സ്ഥലമൊക്കെ പാട്ടത്തിനടുത്ത് അവർ കൃഷി ചെയ്യും. അവർക്ക് പണം കൊടുക്കാൻ സ്വകാര്യ ബാങ്കുകളെ ഉണ്ടാവുകയുള്ളൂ. ഒരു പൊതുമേഖലാ ബാങ്കിലേക്ക് ചെല്ല്, മുന്നാധാരം, പിന്നാധാരം, അടിയാധാരം, എൻകംബറൻസ്, എന്തെല്ലാം കേസ് കിട്ടാന്നറിയാവോ? അതൊന്നും ഈ കർഷകനെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് അവൻ സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അവിടെ ഡോക്യുമെന്റേഷൻ പ്രശ്നമില്ല. അവരും സ്ഥലം നോക്കും, ഇവിടെ എല്ലാം കൃഷിയുണ്ട്, ശരി, ഒരു എമൗണ്ട് അങ്ങ് കൊടുക്കും, പിന്നെ വീണ്ടും കൊടുക്കും വിളവെടുപ്പിന്റെ സമയത്ത് തിരിച്ചടയ്ക്കാനായിട്ട്. പലപ്പോഴും വിളവെടുപ്പ് പരാജയപ്പെടുന്നു, അവൻ ആ കടത്തിലാവുകയാണ്. ആ കടവിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അവനൊന്ന് പലിശ അടച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് പറയുന്നത്, ഒരു സാധാരണ കർഷകൻ കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ മരിക്കുന്നുവെന്ന്. ആ അവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുന്നില്ല. എന്നാൽ ഈ പലിശ നിരക്ക് കുറച്ചുകൊണ്ട് വരാൻ വല്ല ശ്രമവുമുണ്ടോ? ഇല്ല. റിസർവ് ബാങ്കിന് പലിശ കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്, പല മാർഗങ്ങളുണ്ട്. അതൊന്നും ഈ ഗവൺമെന്റ് അവലംബിക്കുന്നില്ല. അതെങ്ങനെയാ? സാമ്പത്തിക വൈദഗ്ധ്യമുള്ളവർ ഗവൺമെന്റ് നയിച്ചാലേക്കെ സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിക്ക് പോലും വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ല, പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ? ശ്രീമതി നിർമ്മല സീതാരാമനെ ഏറ്റവും അധികം വിമർശിക്കുന്നത് അവരുടെ സ്വന്തം ഭർത്താവാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, ഇതെല്ലാം കൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആകെ താറുമാറാക്കിയിരിക്കുകയാണ്. അതാണ് പ്രോഗ്രസ് കാർഡിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ന്യൂനത.